പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. കർത്താവിൻ്റെ കാരുണ്യം നമ്മുടെ മേൽ വെളിപ്പെടുന്ന ഈ നിമിഷങ്ങളിൽ ദൈവമേ, എൻ്റെ മേൽ നിൻ്റെ കരുണ വർഷിക്കണമേ. എൻ്റെ കുടുംബത്തിൻ്റെ മേൽ ഈ ആരാധനയുടെ നിമിഷങ്ങളിൽ ഈ ആരാധനയോട് ചേർന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ മക്കളുടെ മീതെ ഈശോയെ നിൻ്റെ കാരുണ്യം, കരുണ നിറഞ്ഞ കരം നീട്ടണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ സ്വകാര്യ ദുഃഖങ്ങളെ തമ്പുരാൻ്റെ കാരുണ്യത്തിലേക്ക് ഉയർത്തി ഒരുമിച്ച് ആരാധനയ്ക്ക് യോഗ്യനായ കർത്താവിനെ ആരാധിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്വസ്ഥാനങ്ങളിൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. തമ്പുരാൻ്റെ വലിയ സ്നേഹം നമ്മളെ വലയം ചെയ്യുന്ന നിമിഷമാണ്. നമ്മൾ ആഗ്രഹിക്കുന്നതിലും നമ്മൾ ആലോചിക്കുന്നതിലും ഉപരിയായി ചെയ്തു തരാൻ കഴിവുള്ളവൻ ധാരയിലുണ്ട്. ആ കർത്താവിനെ പൂർണ്ണമായിട്ട് വിശ്വസിക്കുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ടത്. മറ്റു വാക്യം പറഞ്ഞാൽ അന്ധമായി തമ്പുരാൻ്റെ സ്നേഹത്തിലും കാരുണ്യത്തിലും ഒരു ദൈവ പൈതൽ വിശ്വസിക്കാൻ തുടങ്ങുന്നിടത്ത് തൻ്റെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യുന്ന കർത്താവിനെ കാണാൻ തുടങ്ങും. കർത്താവേ, ഈ മക്കളോട് ചേർന്ന് നിന്റെ കരുണയ്ക്ക് വേണ്ടി ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു. സങ്കീർത്തനം 102 13 വചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്: അവിടുന്ന് എഴുന്നേറ്റ് സിയോനോട് കരുണ കാണിക്കും. എന്ന് പറയാണ്, അവിടുന്ന് എഴുന്നേറ്റ് സിയോനോട് കരുണ കാണിക്കും. അവളോട് കൃപ കാണിക്കേണ്ട കാലമാണിത്. നിശ്ചയിക്കപ്പെട്ട സമയം വന്നു ചേർന്നിരിക്കുന്നു. കർത്താവേ, അനേകം ദിവസങ്ങളായി മാസങ്ങളായി നിന്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന മക്കൾ ഇതിനകത്തുണ്ട്. കർത്താവേ, ജീവിതം വല്ലാതെ തകർന്ന അവസ്ഥയിൽ നിന്ന് നിന്നെ വിളിക്കുന്ന മക്കൾ ഇതിനകത്തുണ്ട്. മുന്നോട്ട് പോകാൻ പറ്റാതെ നിരന്തരമായ പ്രതിസന്ധികളുടെയും ജീവിതത്തെ വല്ലാതെ ഞെരുക്കിക്കളയുന്ന ദുരനുഭവങ്ങളുടെയും നടുവിൽ നിന്ന് ദൈവമേ, നിന്റെ കരുണയ്ക്ക് വേണ്ടി നാളുകളായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന മക്കൾ ഇതിനകത്തുണ്ട്. കർത്താവേ, ഈ സങ്കീർത്തനം ഈ മക്കളിൽ, ഇവരുടെ കുടുംബങ്ങളിൽ പൂർത്തിയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് എഴുന്നേറ്റ് ഇവരോട് കരുണ കാണിക്കും. അവിടുന്ന് എഴുന്നേറ്റ് സിയോനോട് കരുണ കാണിക്കും. അവളോട് കൃപ കാണിക്കേണ്ട കാലമാണിത്. തമ്പുരാനെ, നിന്റെ കരുണയ്ക്ക് വേണ്ടി യാചിക്കുന്ന ഈ മക്കൾ നിന്റെ കരുണ ലഭിച്ചാൽ അല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. അങ്ങനെ അവസ്ഥയാണ്. നീ കരുണ കാണിക്കേണ്ട കാലമാണിത്. നിശ്ചയിക്കപ്പെട്ട സമയം വന്നു ചേർന്നിരിക്കുന്നു. ദൈവമേ, ഒന്നിറങ്ങി പ്രവർത്തിക്കണമേ. ഞങ്ങളുടെ സങ്കടങ്ങളിൽ നീ ഞങ്ങളെ ഒന്ന് ആശ്വസിപ്പിക്കണമേ. ഞങ്ങളുടെ വേദനകളിൽ കർത്താവേ, നീ ഞങ്ങളുടെ കൂടെയുണ്ടെന്നുള്ള ബോധ്യം ഞങ്ങൾക്ക് തരണമേ. കർത്താവേ, ഞങ്ങളുടെ ഞെരുക്കങ്ങളിൽ ഞങ്ങൾ ഒറ്റയ്ക്കല്ല, നീ ഞങ്ങളെ താങ്ങി നിർത്തുന്നുണ്ടെന്നും നടത്തുന്നുണ്ടെന്നും വിശ്വസിക്കുവാനുള്ള ധൈര്യം ഞങ്ങൾക്ക് തരണമേ. കർത്താവേ, ഞങ്ങൾ കടന്നു പോകുന്ന എല്ലാ പ്രതിസന്ധികളുടെ നടുവിലും നിന്നിലേക്ക് ഉറ്റുനോക്കി അതിനുള്ള പരിഹാരം നീ ഞങ്ങളുടെ ജീവിതത്തിൽ തക്ക സമയത്ത് നിർദ്ദേശിച്ച് തരുമെന്ന് വിശ്വസിക്കാൻ കർത്താവേ, നീ ഞങ്ങളെ അനുവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കാം. തമ്പുരാനെ, നിന്റെ വലിയ സ്നേഹം, കരുണ ഞങ്ങൾ ഓരോരുത്തരെയും ഈ നിമിഷം പൊതിഞ്ഞു പിടിക്കട്ടെ. ഇരുകരങ്ങളും ദൈവസന്നിധിയിലേക്ക് ഉയർത്തിപ്പിടിക്കാം. നമ്മുടെ അവസ്ഥകൾ നമുക്കറിയാം. കർത്താവിൻ്റെ കാരുണ്യം വെളിപ്പെടേണ്ട ജീവിതത്തിൻ്റെ മേഖലകൾ നമുക്കറിയാം. തകർന്നു കിടക്കുന്ന അവസ്ഥകളിലേക്ക് തമ്പുരാനെ നിന്റെ കരുണ വർഷിക്കണമേ. പാപത്തിൻ്റെ പടുക്കുടിയിലായിരിക്കുന്ന, ബന്ധനത്തിലായിരിക്കുന്ന ജീവിതത്തിൻ്റെ അവസ്ഥകളിലേക്ക്
ദൈവമേ നിൻ്റെ കാരുണ്യത്തിൻ്റെ വെളിച്ചം നീട്ടണമേ. മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിൽ കർത്താവെ നേരിടുന്ന തടസ്സങ്ങളുടെ മേൽ നിൻ്റെ കരുണ വർഷിക്കണമേ. കർത്താവെ കടന്നു പോകുന്ന രോഗാവസ്ഥകൾ, മരണത്തിലേക്ക് എന്നെ വലിച്ചഴച്ചു കൊണ്ടിരിക്കുന്ന ചില രോഗങ്ങൾ, ഇതിൻ്റെ ഒക്കെ നടുവിലും ദൈവമേ നിൻ്റെ കാരുണ്യത്തിൻ്റെ സുഖപ്പെടുത്തുന്ന കരം എൻ്റെ മേൽ, എൻ്റെ കുടുംബാംഗങ്ങളുടെ മേൽ നീ നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കാം. മാനസാന്തരം ആവശ്യമുള്ള മക്കൾ, അനുതാപം ആവശ്യമുള്ളവർ, ദൈവസ്നേഹത്തിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു വരണമെന്ന് അങ്ങ് ആഗ്രഹിക്കുന്ന മക്കൾ, അവരെല്ലാം ഈശോയെ നിൻ്റെ സ്നേഹത്തിലേക്ക് ഈ നിമിഷം ഞങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നു. ലോകമെമ്പാടും ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമക്കളോട് ചേർന്ന്, പ്രാർത്ഥനകൾ ആവശ്യമുള്ളവരും പ്രാർത്ഥനകൾ ആവശ്യപ്പെട്ടിട്ടുള്ള എല്ലാ മക്കളോടും ചേർന്ന് ദൈവമേ നിൻ്റെ കരുണയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിൻ്റെ കരുതലിൻ്റെ കരം നീട്ടണമേ, നിൻ്റെ അനുഗ്രഹിക്കുന്ന കരം നീട്ടണമേ. നിൻ്റെ വിശുദ്ധീകരിക്കുന്ന, വിടുതൽ നൽകുന്ന, സൗഖ്യം നൽകുന്ന കരം ഇപ്പോൾ ഈ മക്കളുടെ മേൽ നീട്ടണമായിരിക്കും. കർത്താവേ, വചനത്തിൽ അങ്ങ് പറഞ്ഞല്ലോ, അവളോട് കൃപ കാണിക്കേണ്ട കാലമാണിത്. ദൈവമേ നിൻ്റെ കരുണ ഈ മക്കളുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തേണ്ട സമയമാണിത്. അതുപോലെ ഞെരുങ്ങുന്ന മക്കളുണ്ട്, അതുപോലെ ജീവിതം സ്റ്റക്കപ്പായി തീർന്ന ജീവിതങ്ങളുണ്ട്. ദൈവമേ മുന്നോട്ട് പോണെങ്കിൽ നിന്റെ കരുണ കൂടിയേ തീരൂ. ദൈവമേ മുന്നോട്ട് പോകാൻ നിന്റെ കാരുണ്യം കൂടിയേ തീരൂ. സഹായിക്കണമേ, ഈ മക്കളോട് കരുണ കാണിക്കണമേ. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, ആരാധന, ആരാധന. കർത്താവേ നിന്റെ കാരുണ്യത്തിന്റെ വലതുകരം ഇപ്പോൾ ഈ മക്കളുടെ മേൽ നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ വല്ലാതെ വേദനിക്കുന്ന മക്കള്, നിരാശയിലേക്ക് വീണുപോയവര്, അമിത സങ്കടത്തിലും ദുഃഖത്തിലും അകപ്പെട്ടു പോയ മക്കളെ ദൈവമേ നീ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിക്കണമേ. ഭയത്തിന് അടിമപ്പെട്ടു പോയ മക്കളെ ഈശോയെ നീ വിടിപ്പിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. ഈശോയെ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന. മാതാപിതാക്കളും പൂർവികരും വഴി വന്നു പോയ കരങ്ങൾ കൂപ്പി ഞങ്ങൾ മാതാപിതാക്കളും പൂർവികരും വഴി വന്നു പോയ സകല പാപങ്ങളും നിൻ സുതനീശുത തിരുരക്തത്താലേ കഴുകേണമേ, വിശുദ്ധീകരിക്കണമേ. കരുണാമയ കനിയണമേ, ദൈവപിതാവേ കനിയണമേ. കരുണയായിരിക്കണമേ, ഞങ്ങളിൽ കരുണയായിരിക്കണമേ. വിശുദ്ധീകരിക്കണമേ, വിശുദ്ധീകരിക്കണമേ. ൂത്തി കരങ്ങൾ കൂപ്പി ദിവ്യകാരുണ്യീശോയുടെ ആശീർവാദം സ്വീകരിക്കാൻ ഒരുങ്ങുന്ന നിമിഷമാണ്. തമ്പുരാനെ, ഈ കരുണയുടെ മണിക്കൂറിൽ ലോകമെമ്പാടുമുള്ള അനേകം മക്കളെ ഈ ആലയത്തോട് ചേർന്ന്, ഈ ആരാധനയോട് ചേർന്ന് അങ്ങ് ഒരുമിച്ചേർത്തല്ലോ. ഒരു കുടുംബമായി നിന്റെ കരുണയ്ക്ക് വേണ്ടി ഞങ്ങൾ യാചിച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു. സ്നേഹത്തിൽ ഒന്നായി ഒരേ ഹൃദയൈക്യത്തോടെ നിന്നെ വിളിച്ച് പ്രാർത്ഥിച്ച മക്കളാണ്. നിന്റെ രക്തത്താൽ ബന്ധുക്കളായി തീർന്നവരാണ് ഞങ്ങൾ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകളെ നീ ഏറ്റെടുക്കണമേ. ആർക്കെല്ലാം വേണ്ടി ഞങ്ങൾ ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിച്ചുവോ അവരൊക്കെ നീ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ മനസ്സിൽ ഞങ്ങൾ കൊണ്ടു നടക്കുന്ന പ്രാർത്ഥനാ വിഷയങ്ങൾ മുതൽ ആരുടെയൊക്കെ ജീവിതത്തിൽ ദൈവമേ നിൻ്റെ ഒരു ഇടപെടൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ അവരെല്ലാം ഈ ആശീർവാദത്തിൻ്റെ സമയത്ത് നീ അനുഗ്രഹിക്കണമേ, സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ തുറന്ന് ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ച് ആരാധിച്ചുകൊണ്ട്
ദിവ്യകാരുണ്യ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ഞാനങ്ങ് ശരണപ്പെടുന്നു, ഈശോയെ ഞാനങ്ങ് ശരണപ്പെടുന്നു. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും